ക്വസ്റ്റ്യൻ ഇതാണ്. യൂസ് ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ്. ക്വസ്റ്റ്യൻ എഴുതാം. യൂസ് ഡബിൾ ഇന്റഗ്രൽ to find the volume of the solid. Use double integral to find the volume of the solid that is bounded above by the plane z equal to 4 minus x minus y. Z equal to 4 minus x minus y. And below by the rectangle r equal to r എന്ന് പറഞ്ഞാൽ 0 1 into 0 2 and below by the rectangle 0 1 into 0 2. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 0 1 into 0 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ റെക്ടാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 2. അതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. എക്സിന്റെ ലിമിറ്റ് 0 to 1 വൈയുടെ ലിമിറ്റ് 0 to 2 എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തുകൊണ്ട് വോളിയം കാണാനുള്ള ഫോർമുല എന്താ? വോളിയം ഈക്വൽ ടു എഴുതിയതാണ് ഡബിൾ ഇന്റഗ്രൽ z dy dx. മനസ്സിലായോ? എന്താണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ? ഡബിൾ ഇന്റഗ്രൽ z dy dx. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ ഇട്ടു, ഇസഡിന്റെ പകരം എന്ത് എഴുതി? 4 minus x minus y. ആദ്യം dy പിന്നെ dx. എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ഒരു പാറ്റേണിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. തിരിച്ച് നിങ്ങൾക്ക് ആദ്യം dx പിന്നെ dy എന്ന് എഴുതിയതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കുക, 0 to 1 ലിമിറ്റ് തന്നിട്ടുണ്ട്. എന്തിന്റെ? എക്സിന്റെ ആണ്. അപ്പൊ എക്സ് ഇവിടെ ലാസ്റ്റ് ആയി കിടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് കൊടുക്കേണ്ടത് 0 to 1. ദെൻ 0 to 2 ഇവിടെ കൊടുത്തു. അപ്പൊ ഇന്റഗ്രൽ 0 to 1 കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 4ന്റെ ഇന്റഗ്രൽ എന്താ? 4y മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താ? xy മൈനസ് വൈയുടെ ഇന്റഗ്രൽ എന്താ? y സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to 2 dx. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ 0 to 1 അപ്പർ ലിമിറ്റ് കൊടുക്കാണ്. x കാണുന്നിടത്ത് 2 y കാണുന്നിടത്ത് 2. ഓക്കെ, 4 into 2 മൈനസ് x into 2 മൈനസ് 2 സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് എഴുതി മൈനസ് ലോവർ ലിമിറ്റ് ഇത് 0 dx. ഓക്കെ ആണോ? ഇതുവരെ എഴുതാം. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 4 into 2 8 minus 2x 2 ഒരു 2 വെട്ടി minus 2 dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 8 minus 2 എന്ന് പറഞ്ഞാൽ 6 minus 2x dx. ഇന്റഗ്രേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു 6x minus 2x സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to 1. 6x minus 2x square by 2. 2 into 1 വെട്ടി ലിമിറ്റ് കൊടുക്കുക. ഈക്വൽ ടു 6 into 1 minus 1 square. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0. 6 minus 1 equal to 5. വോളിയമാണ് 5. വോളിയമാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ ഇൻ്റഗ്രേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഫോർമുലാസ് വരും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? എന്തായാലും ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആണ്, വേറെ ഒന്നും ചെയ്തില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇവാലുവേറ്റ് ആണ്. ഇവാലുവേറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ
വൈ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എ എന്നാണ് പറഞ്ഞേക്കണേ. വൈ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എ വേർ ഡി എ ഓവർ ദി റെക്റ്റാങ്കിൾ ആർ ഈക്വൽ ടു, ആർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് -3 ലെസ് ഓർ ഈക്വൽ ടു എക്സ് ലെസ് ഓർ ഈക്വൽ ടു 2, 0 ലെസ് ഓർ ഈക്വൽ ടു വൈ ലെസ് ഓർ ഈക്വൽ ടു 1. നമ്മളിതൊന്നും നോക്കണ്ട. എന്താ ചെയ്യേണ്ടത്? ഡബിൾ ഇന്റഗ്രൽ വൈ സ്ക്വയർ എക്സ് ഡി എ ഈക്വൽ ടു ഇന്റഗ്രൽ, ആദ്യം എന്താണ് ഡി എന്ന് പറഞ്ഞാൽ ഡി വൈ ഡി എക്സോ ഡി എക്സ് ഡി വൈ ഇഷ്ടമല്ല കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതി? -3 to 2 then 0 to 1 വൈ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി വൈ ഡി എക്സ്. അത് ഡി എക്സ് ഡി വൈ എന്നാണെങ്കിൽ ആദ്യം 0 to 1 കൊടുക്കണം, പിന്നെ ഇത് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ആൻസർ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യണേ. ആൻസർ -5/6 ആണ് കിട്ടുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് 2 പ്രാവശ്യം ചെക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ ചെയ്തു വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഹെഡിങ് എഴുതുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻ. ഡബിൾ ഇന്റഗ്രൽ ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻ. അതായത് ലിമിറ്റ് ഡയറക്റ്റ് തരില്ല, കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കില്ല, വേരിയബിൾ ലിമിറ്റ് ആയിരിക്കും. അത് തന്നെ ചിലപ്പോൾ കർവൊക്കെ ആയിരിക്കും, റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കില്ല, പരാബോളയോ സർക്കിളോ അങ്ങനെയുള്ള കർവുകളൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ വരുന്ന ലിമിറ്റുകൾ എങ്ങനെ ചെയ്യാമെന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ എല്ലാം കോൺസ്റ്റന്റ് ആയിരുന്നു. 1 to 2, 0 to 1, 1 to 3 അങ്ങനെയായിരുന്നു അല്ലേ. ഇവിടെ വേരിയബിൾ ലിമിറ്റ് വരും. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇന്റഗ്രലിലെ കോൺസ്റ്റന്റ് ലിമിറ്റ് ആകും, ഒരു ഇന്റഗ്രലാണ് എന്ത് വരിക? വേരിയബിൾ ലിമിറ്റ് വരിക കേട്ടോ. ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതുക. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ -x square to -x square അല്ല, -x to x square y square into x dx dy. ഇവാലുവേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ -x to x square y square x dx dy. ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതില്ലേ? അപ്പൊ ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു ഐഡിയ ഉണ്ട്. ഇത് വേരിയബിൾ എന്താണ്? എക്സിന്റെ വേരിയബിൾ അല്ലേ. എക്സിന്റെ വേരിയബിൾ ആണെങ്കിൽ അത് എന്തിന്റെ ലിമിറ്റ് ആണ്? അത് വൈയുടെ ലിമിറ്റ് ആണ്, അല്ലാണ്ട് ഡി എക്സിന്റെ അല്ല. ക്വസ്റ്റ്യൻ ശരിക്കും തന്നാണ്, ഞാൻ മനസ്സിലാക്കാണ്ട് തലതിരിച്ച് തന്ന. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ലിമിറ്റ് തന്നിരിക്കുന്ന ഓർഡർ ശരിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ക്വസ്റ്റ്യന് ശരിയാക്കുകയാണ്. ക്വസ്റ്റ്യൻ ശരിയല്ല. ക്വസ്റ്റ്യൻ എന്താണ്? 0 to 1 -x to x square y square into x dy dx എന്നാണ് എഴുതേണ്ടത്. dx dy എന്നല്ല എഴുതേണ്ടത്, എന്താണ്? dy dx എന്നാണ് നമ്മൾ ക്വസ്റ്റ്യന് എഴുതേണ്ടിയിരുന്നത്. ഓക്കെ ആണോ? 0 to 1 -x to x square y square x into dy dx. ഓക്കെ, മനസ്സിലായത് എന്തുകൊണ്ടാണ്? വേരിയബിൾ എക്സിന്റെ വേരിയബിൾ ആണെങ്കിൽ അത് ആരുടെ ലിമിറ്റ് ആണ്? അത് വൈയുടെ ലിമിറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 0 to 1 ബ്രാക്കറ്റ് ഇട്ടു, എക്സിനെ മാറ്റി നിർത്തി. വൈയുടെ ഇന്റഗ്രൽ എന്താ? y³ 3. അതിലാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. എന്ത് ലിമിറ്റ്? -x to x square dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സിനെ മാറ്റി നിർത്തി, വൈക്ക് ലിമിറ്റ് കൊടുക്കാണ്. വൈയുടെ വാല്യൂ y കാണുന്നത് x സ്ക്വയർ എടുക്കുക. അപ്പൊ x സ്ക്വയറിന്റെ ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക -x³ by 3. രണ്ടിനും കൂടി ഒരു by 3 ഇട്ട് കൊടുത്താണ്. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താണ്. y കാണുന്നിടത്ത് x സ്ക്വയർ കൊടുത്തു, y കാണുന്നിടത്ത് -x കൊടുത്തു dx. മനസ്സിലാവുന്നുണ്ട് എന്താ ചെയ്തത്? y കാണുന്ന സ്ഥലത്ത് x സ്ക്വയർ കൊടുത്തു, y കാണുന്ന സ്ഥലത്ത് -x കൊടുത്തു. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. x സ്ക്വയറിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ആയിട്ടാണ് വരിക.
എന്ത് വരാം? ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ബ്രാക്കറ്റിലെ എക്സ് സ്ക്വയറിന്റെ ക്യൂബ് എക്സ് റേസ് ടു 6 മൈനസ് എക്സിന്റെ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ എക്സിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 എക്സിന്റെ എക്സ് റേസ് ടു 6 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 7 പ്ലസ് ഐ എക്സിന്റെ എക്സ് റേസ് ടു 4 ക്യൂബ് എന്ന് എക്സ് റേസ് ടു 4 ബൈ 3 ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എക്സ് റേസ് ടു 7 ഇന്റഗ്രലിലെ എക്സ് റേസ് ടു 8 ബൈ 8. 1 മിനിറ്റ് സോറി. ആദ്യം ബൈ 3യിലുള്ള ബൈ 3 കോൺസ്റ്റന്റ് അത് വെളിയിലെടുക്കുകയാണ്. 1/3 ഉണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. എക്സ് റേസ് ടു 7 ഇന്റഗ്രലിലെ എക്സ് റേസ് ടു 8 ബൈ 8 പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 1/3 ഇൻറ്റു 1/8 പ്ലസ് 1/5 മൈനസ് ലോവർ ലിമിറ്റ് 0. 1/3 ഇൻറ്റു കാൽക്കുലേറ്റർ അടിക്കുക. കാൽക്കുലേറ്റർ 1/8 പ്ലസ് 1/5 അടിച്ചോളൂ. 1/8 പ്ലസ് 13/40 അല്ലേ? ശരിയല്ലേ? 13/40 ആണ് ഇൻറ്റു 1/3. ഈക്വൽ ടു 13/120 കേട്ടോ. ടെക്സ്റ്റിലെ ആൻസർ ഉണ്ട് 13/120. ഓക്കെ ആണോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണേ. സ്ലോലി ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും അതിനുള്ള സോൾവഡ് എക്സാമ്പിൾ ആണ്, ഇതുകൊണ്ട് എടുക്കുകയാണ്. 0 to π/3 ഇന്റഗ്രൽ 0 to π/3 ഇന്റഗ്രൽ കുറച്ച് വലുതാണ് ക്വസ്റ്റ്യൻ. 0 to cos y x into sin y dy dx. x into sin y dy dx. ശ്രദ്ധിക്കുക, ആദ്യം നോക്കേണ്ടത് ലിമിറ്റ് ആണ്, വേരിയബിൾ ലിമിറ്റ് ആണ് അല്ലെ? വേരിയബിൾ ലിമിറ്റ് ആണ്. വേരിയബിൾ ലിമിറ്റ് എന്തിന്റെ വേരിയബിൾ ആണത്? വൈയുടെ വേരിയബിൾ ആണ്. വേരിയബിൾ ലിമിറ്റിലെ y ആണ് വേരിയബിൾ. ഓക്കെ, y വേരിയബിൾ വരുമ്പോ അത് എന്തിന്റെ ഇന്റഗ്രലാ, എന്തിന്റെ ലിമിറ്റാ? അത് dxന്റെ ലിമിറ്റ് ആണ് കേട്ടോ. ഇന്റഗ്രലിന്റെ ഉള്ളിൽ y ആണ് വരുന്നതെങ്കിൽ അത് x-ന്റെ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാണ്. ഇന്റഗ്രൽ 0 to π/3 ഇന്റഗ്രൽ 0 to cos y into x into sin y into dx dy എന്നാക്കണം കേട്ടോ. കാര്യം മനസ്സിലായല്ലോ? y വേരിയബിളിന്റെ ഉള്ളിൽ ഇന്റഗ്രലിന്റെ ഉള്ളിൽ വന്നാൽ അത് ആരുടെയാണ്? അത് dxന്റെ ആണ്. അപ്പൊ ആദ്യം x-നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ 0 to π/3 ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. sin y-നെ മാറ്റി നിർത്തി. x-ന്റെ ഇന്റഗ്രൽ എന്താ? x²/2 ലിമിറ്റ് 0 to cos y dy equal to integral 0 to π/3 sin y into x-ന്റെ വാല്യൂ കൊടുക്കുകയാണ് cos²y/2 മൈനസ് ലോവർ ലിമിറ്റ് 0 dy. ഒന്ന് നീറ്റായിട്ട് എഴുതുന്ന ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/3 cos² into sin y/2 dy. ഇതുവരെ എഴുതാം. ഇതുവരെ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കുക.
ഓക്കെ, ഇനി ഇന്റഗ്രലിനാണ് ഏതെങ്കിലും ഒരു ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇതിലെ ഏതെങ്കിലും ഒരു ടേമിനെ ടി എന്ന് കൊടുക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, ഏതെങ്കിലും ഒരു ടേമിനെ ടി എന്ന് കൊടുക്കുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവും കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഇപ്പൊ കോസ് വൈക്ക് ടി എന്ന് കൊടുക്കുമ്പോൾ കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ വൈ ആണ്. അവിടെ സൈൻ വൈ ഉണ്ട്, ഒരു മൈനസിന്റെ കുറവാണ് അല്ലെ. ആ മൈനസിന് എന്ത് ചെയ്താൽ മതി? ആ മൈനസിന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറും? 1/2 ഇന്റഗ്രൽ 0 to π/3 കോസിന് ടി കൊടുക്കുമ്പോൾ ടി സ്ക്വയർ, ഓക്കെ, ടി സ്ക്വയർ ഇൻറ്റു സൈൻ വൈ ഡി വൈക്ക് എന്ത് കൊടുത്തു? മൈനസ് ഡി ടി എന്ന് കൊടുത്തു. സൈൻ വൈ ഡി വൈക്ക് വരെ എന്ത് കൊടുക്കേണ്ടത്? മൈനസ് ഡി ടി. അപ്പൊ മൈനസിന് വെളിയിലെടുത്തു. -1/2 ടി സ്ക്വയറിന്റെ ഇന്റഗ്രേറ്റ് ചെയ്തു. t³/3 ലിമിറ്റ് 0 to π/3. ഓക്കെ, ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? t³/3 ലിമിറ്റ് 0 to π/3. പക്ഷെ ആ ടി കാണുന്ന സ്ഥലത്ത് π/3 കൊടുക്കരുത്. ഇത് ഇന്റഗ്രേഷൻ ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാ. ശരിക്കും ടി അല്ല ഫംഗ്ഷൻ. ഫംഗ്ഷൻ ആരാണ്? കോസ് വൈ തന്നെയാണ്. അപ്പൊ ആ കോസ് വൈന് നമ്മൾ തിരിച്ച് അവിടെ തന്നെ കൊടുക്കുക. ഈക്വൽ ടു -1/2 ഇൻറ്റു ടിക്ക് എന്ത് കൊടുക്കുക? കോസ് വൈ തന്നെ കൊടുക്കുക. കോസ് വൈ റേസ് ടു 3/3 അപ്പർ ലിമിറ്റ്, അതിൽ 0 to π/3 കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഈക്വൽ ടു -1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്താണ്? കോസ് π/3 ഹോൾ ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് കോസ് 0 ഹോൾ ക്യൂബ് ബൈ 3. എല്ലാവരും കാണാം. കോസ് π/3 ആ സെയിം തന്നെയാണ് കേട്ടോ. കോസ് ക്യൂബ് വൈ സെയിം ആണ്. പക്ഷെ ഇൻവേഴ്സിന്റെ കേസിൽ ശരിയല്ല. കോസ് വൈ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ കോസ് ക്യൂബ് വൈയും സെയിം ആണ്. പക്ഷെ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ശരിയല്ല. അത് ശരിയല്ല. ഇൻവേഴ്സ് ശരിയല്ല, ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, കോസ് π/3 കോസ് π/3 180/3 കോസ് 60യുടെ വാല്യൂ എത്ര? കോസ് 60 1/2 ആണോ? 0 1/2 ഓക്കെ, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പൊ -1/6 ഇൻറ്റു 1/2 ദി ഹോൾ ക്യൂബ് മൈനസ് കോസ് 0 1 ആണ് 1 ക്യൂബ്. കാൽക്കുലേറ്റർ ഒരുമിച്ച് അടിച്ചോളൂ. നല്ല എല്ലാം കൂടി ഒരുമിച്ച് അടിക്കുന്നു. ബ്രാക്കറ്റിലെ 1/2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ക്യൂബ് 1/2 ദി ക്യൂബ് മൈനസ് 1 ക്യൂബ് -7/8 ആണ് കിട്ടുന്നത്. -1/6 ഇൻറ്റു -7/8 ആൻസർ വരുന്നത് 7 6 48 7/48 കേട്ടോ. നോക്കട്ടെ, 7/48 കറക്റ്റ് തന്നെയാണ് കേട്ടോ. കാൽക്കുലേറ്റർ മുഴുവൻ ഒരുമിച്ച് അടിച്ചാൽ മതി. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്, കാരണം 1/2ന്റെ ക്യൂബാ. അപ്പോൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 1/2 ഇടുക, എന്നിട്ട് ക്യൂബ് കൊടുക്കുക. അപ്പോൾ 1/8 കിട്ടും. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എഴുതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മുതല് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനിലൊന്നും എന്തില്ല, ലിമിറ്റ് അവര് പറയില്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കുറച്ചെങ്കിലും ഹിന്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഏതാണ് അപ്പർ ലിമിറ്റ് എന്ന് ലോവർ ലിമിറ്റ് എന്നൊന്നും പറയില്ല. അത് ഫിഗർ വരച്ച് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ആ ഒരു ഫിഗർ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 8 ഫിഗർ ഇല്ലേ, ആ ഒരു ഫിഗർ വരച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ആ ഒരു ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ, എങ്ങനെ വരയ്ക്കണം എന്നുള്ള ഒരു ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേലും ആൻസർ ചെയ്യാം. അപ്പൊ അതിന് ചെറിയൊരു ഹിന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലത്തിന് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ആ വെക്ടർ ഇന്റഗ്രേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മൾ തന്നിരിക്കുന്ന ഫിഗർ എന്താണെങ്കിൽ ആ ഫിഗർ ഇവിടെ വരയ്ക്കും. ഞാനൊരു ഐഡിയ പറഞ്ഞാണ്. ആ ഫിഗർ ഇവിടെ വരയ്ക്കും. ആ ഫിഗറിനെ വരച്ചിട്ട് ഇങ്ങനെ കുത്തനെ വെർട്ടിക്കൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് വരയ്ക്കും. ഇതിന്റെ വിളിക്കുന്ന പേരെന്താണ്? സ്ട്രിപ്പ് വരയ്ക്കും. വെർട്ടിക്കൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് വരയ്ക്കും.
ആ വെക്ടറിന്റെ സമയത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, വെർട്ടിക്കൽ ആയിട്ട് ഒരു സ്ട്രിപ്പ് വരയ്ക്കും. അത് എന്തിന്റെ ലിമിറ്റ് കാണാനാ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഏതിന്റെ ലിമിറ്റ് കാണാനാ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് സ്ട്രിപ്പ് വരയ്ക്കുന്നത്? ഏത് ഫംഗ്ഷന്റെ? y ആണോ x ആണോ? വൈയുടെ അല്ലെ, വൈയുടെ ലിമിറ്റ് കാണാനാണ് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് സ്ട്രിപ്പ് വരയ്ക്കുന്നത്. അപ്പൊ വൈയുടെ ലിമിറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കണേ, വൈയുടെ ലോവർ ലിമിറ്റ് ഇവിടെ കിട്ടും. ഈ സ്ട്രിപ്പിന്റെ അടിഭാഗം എവിടെയാണോ ടച്ച് ചെയ്തിരിക്കുന്നത് അതായിരിക്കും വൈയുടെ ലോവർ ലിമിറ്റ്. അത് മുകൾ ഭാഗത്ത് എവിടെയാണോ ടച്ച് ചെയ്തിരിക്കുന്നത് അതായിരിക്കും അതിന്റെ അപ്പർ ലിമിറ്റ്. അത് വേരിയബിള് എക്സിലുള്ള വേരിയബിൾ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റ് y = f(x) മുതൽ y = g(x) വരെയാണെന്ന് പറയും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഡബിൾ ഇന്റഗ്രൽ ആണെങ്കിൽ, ഇനിയുള്ള എല്ലാ ടോപ്പിക് ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കേണ്ടി വേണേ, വേറെ നിവൃത്തിയില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് നമുക്ക്. അപ്പൊ അതില് എന്തായാലും നമുക്ക് യൂസ് ഉള്ളതാണ്. എന്തായാലും മനസ്സിലാക്കിയല്ലാണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കേണ്ടി വേണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കിട്ടുന്ന വൈയുടെ ലിമിറ്റില്ലേ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. y = f(x) to y = g(x). അപ്പൊ ഇവിടെ dy-യും dx-ഉമാണ് വരിക. dy-യും dx-ഉമാണ് വരിക. ഓക്കെ, ആ സമയത്ത് എക്സിന്റെ ലിമിറ്റ് എന്താന്ന് നോക്കണം അല്ലെ. എക്സിന്റെ ലിമിറ്റ് എന്താണെന്നറിയോ? ഈ ഫിഗർ നമ്മൾ വരയ്ക്കുമ്പോൾ ആ തന്നിരിക്കുന്ന ഫിഗർ ഈ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ് അല്ലെ, എക്സ് ആക്സിസിലൂടെ എത്ര ദൂരം എവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടം വരെ പോയി, മനസ്സിലായോ? ഈ ഫിഗർ നമ്മൾ വരയ്ക്കും, ഏതാണോ ഫിഗർ നമ്മൾ വരയ്ക്കും, ആ വരയ്ക്കുന്ന ഫിഗർ എക്സ് ആക്സിസില് എവിടെ നിന്ന് തുടങ്ങി എവിടം വരെ പോയി, മനസ്സിലായോ? അതാണ് ഇപ്പൊ നമ്മൾ എയിൽ നിന്ന് തുടങ്ങി ബി വരെ പോയി എന്ന് വിചാരിച്ചോ, ആ ഫിഗറിന്റെ വലിപ്പം. അതാണ് എന്തിന്റെ ലിമിറ്റ്? എക്സിന്റെ ലിമിറ്റ്. അപ്പൊ x = a to x = b എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തിന്റെ ലിമിറ്റാ? വൈയുടെ ലിമിറ്റാ. എക്സിന്റെ ലിമിറ്റ് എങ്ങനെ കാണാം? ആ ഫിഗർ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എവിടുന്ന് എൻഡ് ചെയ്തു, അതാണ് എന്തിന്റെ ഫിഗർ, എന്തിന്റെ ലിമിറ്റ്? അതിന്റെ എക്സ് ആക്സിസിന്റെ ലിമിറ്റ് കേട്ടോ. പ്രോബ്ലം ചെയ്താലേ കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇനി ചില സമയത്ത് നമുക്ക് വൈയുടെ ലിമിറ്റ് കിട്ടില്ല, വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ റിസ്ക് ആണെന്ന് വയ്ക്കുക. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫിഗർ ഇതേപോലെ വരച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് സ്ട്രിപ്പ് വരയ്ക്കേണ്ടി വരും, മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയി ഒരു സ്ട്രിപ്പ് വരയ്ക്കേണ്ടി വരും, ഹൊറിസോണ്ടൽ ആയിട്ട് സ്ട്രിപ്പ് വരയ്ക്കേണ്ടതായിട്ട് വരും ചില പ്രോബ്ലത്തിൽ. ഓക്കെ, ആ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരച്ചാൽ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആരുടെ ലിമിറ്റ് ആയിരിക്കും കിട്ടുക? അത് എക്സിന്റെ ലിമിറ്റ് ആയിരിക്കും കിട്ടുക. ഹൊറിസോണ്ടൽ വരയ്ക്കുമ്പോൾ കിട്ടുന്നത് എക്സിന്റെ ആയിരിക്കും. അപ്പൊ ആ പോയിന്റ് x = f(y) ആണ്. x = f(y) മുതൽ y = g(y). അതായത് കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് y-ലുള്ള ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും? f(y) മുതൽ x = g(y) വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക? dx dy എന്നായിരിക്കും വരിക. മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. dx dy എന്നായിരിക്കും വരിക. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൈയുടെ ലിമിറ്റ് വേണം അല്ലെ. അപ്പൊ നമ്മൾ y ആക്സിസിലേക്ക് പോകും. ഈ y ആക്സിസ് അല്ലേ, y ആക്സിസ് എവിടം മുതൽ തുടങ്ങി എവിടം വരെ പോയി? ഓക്കെ, y = c to y = d. വൈയുടെ വാല്യൂ ഇപ്പോൾ c to d എന്നായിരിക്കും കേട്ടോ. y = c to y ആക്സിസിൽ എവിടുന്ന് തുടങ്ങിയിട്ട് ഫിഗർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ എൻഡ് ചെയ്യുന്നു അതായിരിക്കും നമ്മുടെ വൈയുടെ ലിമിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മള് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഫിഗർ യൂസ് ചെയ്തുകൊണ്ട് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. നമുക്ക് ഇനി ഈ ഒരു ടോപ്പിക്കിന്റെ 2 പ്രോബ്ലം കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ചേഞ്ച് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഓർ റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ്. അവിടെ ചെയ്യാൻ പോകുന്നത് ഈ കാര്യമാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് വൈയുടെ ലിമിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? അതിനെ എക്സിന്റെ ലിമിറ്റ് ആയി കൺവേർട്ട് ചെയ്യണം. ഇത് തന്നിരിക്കുന്നത് എക്സിന്റെ ലിമിറ്റ് ആണെങ്കിലോ അതിനെ അങ്ങോട്ട് വൈയുടെ ലിമിറ്റ് ആയിട്ട്, അതായത് രണ്ടിനെ അങ്ങോട്ടും കണ്ടും തന്നത് തിരിച്ചു മാറ്റുക. അതാണ് ചേഞ്ച് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു മോഡലിന്റെ പ്രോബ്ലം ചെയ്തിട്ട് 2 ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്, മെയിൻ ടോപ്പിക് അതാണ്. എന്താണ്? ചേഞ്ച് ദി റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, വരയ്ക്കുക.